ശ്രദ്ധിക്കുക, ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല. ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കും. ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ ഗുഡ്സൺ കട്ടപ്പന. നമ്മൾ കാർ ഡ്രൈവിംഗ് പഠിച്ച് നമുക്ക് ലൈസൻസ് ഒക്കെ വീട്ടിലേക്ക് അയച്ചു വന്നതിന് ശേഷം പിന്നീട് എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ് വാഹനം റോഡിൽ തനിയെ ഓടിക്കാനായിട്ടുള്ള ഒരു തയ്യാറെടുപ്പ് നടത്തും. എന്നാൽ ഈ തയ്യാറെടുപ്പ് നടത്തുന്ന സമയത്ത് എല്ലാവർക്കും ഒരു ടെൻഷൻ മനസ്സിൻ്റെ ഉള്ളിലുണ്ടാകും. കാരണം ഇനി വണ്ടി ഞാൻ ഓടിച്ചു പോകുന്ന സമയത്ത് എന്തെങ്കിലും ആക്സിഡൻറ്റുകൾ വരുമോ, ഇനി ഞാൻ തിരക്കായിട്ടുള്ള ഏരിയയിലൂടെ വാഹനം ഡ്രൈവ് ചെയ്യേണ്ട സിറ്റുവേഷൻ ഉണ്ട്, വ്യത്യസ്ത റോഡുകളിലൂടെ ഓടിക്കണം, റോഡിൽ ആൾക്കാരുണ്ടാകും. അതുകൊണ്ട് തന്നെ നേരത്തെ ഞാൻ പഠിച്ച സമയത്ത് എൻ്റെ കൂടെ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകൻ കൂടെ ഉണ്ടായിരുന്നു. ഇനി ഞാൻ തനിയാണ് വാഹനം ഓടിച്ചു തുടങ്ങുന്നത്, എൻ്റെ സ്വന്തം വണ്ടിയാണ്, എങ്ങനെ എനിക്ക് ആത്മധൈര്യത്തോടെ വാഹനം ഓടിക്കാനായിട്ട് കഴിയും എന്നുള്ളൊരു ചിന്ത പല ആൾക്കാർക്കും ഉണ്ടാകും. എന്നാൽ ഒരു പുതിയ ഡ്രൈവറെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഈ ഒരു സിറ്റുവേഷൻ ഓവർകം ചെയ്തേ മതിയാവൂ. ടെൻഷൻ ഉണ്ടാകും, വൈബ്രേഷൻ ഉണ്ടാകും. വണ്ടി ഓടിച്ചു പോകുന്നതിനിടയിൽ എന്താണ് സംഭവിക്കുന്നത്, ടൗൺ തിരക്കേരിയയിലൊക്കെ വരുമ്പോൾ എങ്ങനെ വണ്ടി ഓടിക്കും എന്നുള്ളതൊക്കെ ചിന്ത വരും. എന്നാൽ നിങ്ങൾക്ക് ഇത്തരത്തിൽ തുടക്കത്തിൽ വാഹനം ഓടിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വരാൻ സാധ്യതയുള്ള മിസ്റ്റേക്കുകളും അവ സിമ്പിളായിട്ട് ഒഴിവാക്കാനായിട്ടുള്ള പരിഹാര മാർഗങ്ങളും കുറെ കൂടെ വാഹനം കോൺഫിഡൻസോടെ നിങ്ങൾക്ക് ഓടിക്കാനായിട്ടുള്ള ചില ട്രിക്കുകളും ടെക്നിക്കുകളും ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവെക്കാം. ഇത്തരത്തിലുള്ള വീഡിയോകൾ കാണാനായിട്ട് നിങ്ങൾ ഗുഡ്സൺ കട്ടപ്പന എന്ന ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സൈഡിലുള്ള ബെല്ലൈക്കണിൽ ഓൾ അമർത്തിയിട്ടാൽ ഇത്തരത്തിലുള്ള ഡ്രൈവിംഗ് ടിപ്സുകൾ നിങ്ങൾക്ക് എൻ്റെ ചാനലിലൂടെ കാണാനായിട്ട് കഴിയുന്നതാണ്. ഇവിടെ നിങ്ങൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഒരു കോൺഫിഡൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആദ്യമായിട്ട് ഡ്രൈവിങ്ങിൽ വരേണ്ടത്, തനിയെ ഓടിക്കുന്ന സമയത്ത് വരേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് നല്ല രീതിയിലുള്ള ശ്രദ്ധ വരണം. ശ്രദ്ധ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മുന്നിലേക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ശ്രദ്ധ വരും. പക്ഷെങ്കിൽ നിങ്ങൾക്ക് സംഭവിക്കാൻ സാധ്യതയുള്ളൊരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത്, നിങ്ങൾ ഡ്രൈവിംഗ് പഠിക്കുന്ന സമയത്ത് ഒരാൾ കൂട്ടത്തിൽ എപ്പോഴും ഇരിക്കുന്നത് കൊണ്ട് നമ്മൾ ബാക്ക് സൈഡിലേക്ക് ഒരുപാട് ശ്രദ്ധിക്കത്തില്ല, മുൻവശം മാത്രമായിരിക്കും ശ്രദ്ധിക്കുന്നത്. എന്നാൽ ഇനി നിങ്ങൾ വാഹനം ഓടിക്കുമ്പോൾ തനിയെ ഓടിക്കുന്നത് കൊണ്ട് എന്ത് ചെയ്യണം, നിർബന്ധമായിട്ട് നിങ്ങളുടെ സെൻറ്റർ മിറർ, ലെഫ്റ്റ് റൈറ്റ് മിറർ കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. നല്ല രീതിയിലുള്ള ശ്രദ്ധ ബാക്ക് സൈഡിലേക്ക് കൊടുക്കണം. എന്നാലേ പുറകിൽ നിന്ന് വരുന്ന വണ്ടികളെ നമുക്ക് കറക്റ്റ് ജഡ്ജ് ചെയ്ത് നമ്മുടെ വാഹനം സൈഡ് ഒതുക്കാനായിട്ട് കഴിയത്തുള്ളൂ. ഇനി അടുത്ത പോയിന്റ്, നമ്മളിവിടെ വാഹനം എടുക്കുന്ന സമയത്ത് നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുന്നത്, ഇപ്പോൾ ലെഫ്റ്റിൽ പാർക്ക് ചെയ്ത വണ്ടി ഞാൻ എടുക്കുകയാണ്. അപ്പോൾ ഞാൻ സെൻറ്റർ മിററും റൈറ്റ് സൈഡിലെ മിററും കൂടെ നോക്കിയിട്ട് ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു. പുറകിൽ നിന്ന് വണ്ടി ഉണ്ടോ എന്ന് ഞാൻ മുന്നിലേക്കും നോക്കും, ബാക്കിലേക്ക് റൈറ്റ് മിററിലും കൂടെ നോക്കിയിട്ട് എന്ത് ചെയ്യും, പതിയെ ഹാഫ് ക്ലച്ച് പോയിന്റിൽ നിന്ന് അയച്ച് ഇത്തിരി ആക്സിലറേഷൻ കൊടുത്ത് ഞാൻ വണ്ടി എടുത്തു. അപ്പോൾ വണ്ടി ഇല്ലയെന്ന് എനിക്ക് ഉറപ്പ് വരുത്തി കണ്ടു. അപ്പോൾ രണ്ട് സൈഡിലേക്കുള്ള ശ്രദ്ധ കിട്ടി, ഞാൻ വാഹനം എടുത്തു. ഇനി വണ്ടി എടുത്താൽ ഉടൻ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, പിന്നെ നിങ്ങൾ ലെഫ്റ്റ് സൈഡ് തന്നെ ചേർന്ന് ഓടിക്കാനായിട്ട് ശ്രമിക്കണം. എന്നിട്ട് നിങ്ങൾക്ക് കോൺഫിഡൻസ് വരുന്ന സിറ്റുവേഷന് മാത്രം അടുത്ത ഓരോ ഗിയറും ഷിഫ്റ്റ് ചെയ്യുക. ഇപ്പം മറ്റ് വണ്ടികളും തിരക്കുകളും ഒന്നും ഇല്ലെങ്കിൽ ഉടൻ തന്നെ നിങ്ങൾക്ക് ക്ലച്ച് പിടിക്കാം, സെക്കൻഡ് ഗിയറിലേക്ക് ഇടാം, ഒരു തരത്തിലുള്ള പ്രോബ്ലവും ഇല്ല. എന്നിട്ട് നിങ്ങൾ ഓടിക്കുമ്പോൾ പരമാവധി ഗിയർ ലിവറിലേക്ക് നിങ്ങളുടെ നോട്ടം പോകരുത്. ഒരുപാട് പേർക്ക് സംഭവിക്കുന്ന ഒരു പ്രശ്നമാണ്, വണ്ടി ഡ്രൈവ് ചെയ്യുമ്പോൾ ഗിയർ ലിവറിലേക്ക് പോകും. അത് വരരുത്, നിങ്ങളത് കൃത്യമായിട്ടും ശ്രദ്ധിക്കണം. ഓക്കെ, നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പം ഞാനിത് ഫസ്റ്റ് ഗിയറിലേക്ക് ഇടുന്നു, ഒരു ജംഗ്ഷനിലേക്ക് വരികയാണ്, നിങ്ങൾ നോക്കുക. ഓക്കെ, എന്നിട്ട് ഞാനിപ്പോൾ എൻ്റെ വാഹനം പതിയെ ഇവിടുന്ന് റൈറ്റ് സൈഡിലേക്ക് റൈറ്റ് ടേൺ എടുക്കാൻ പോവാണ്. അപ്പോൾ ജംഗ്ഷനിലൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾ പ്രോപ്പറായിട്ട് റോഡിൻ്റെ ലെഫ്റ്റ് സൈഡ് തന്നെ നിൽക്കുക, റൈറ്റ് സൈഡിലേക്കുള്ള ഇൻഡിക്കേറ്റർ കൊടുക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, റൈറ്റ് സൈഡ് നോക്കുന്നു, ലെഫ്റ്റ് സൈഡ് നോക്കിയിട്ട് പതിയെ വാഹനം നമ്മളിത് ഇവിടെ എടുക്കാനായിട്ട് പോവുകയാണ്. നിങ്ങൾ നോക്കിക്കേ, രണ്ട് സൈഡും നോക്കുന്നു, പതിയെ വാഹനം എടുക്കുന്നു, കണ്ടോ? അപ്പോൾ ഈ ഒരു ശ്രദ്ധ ഒരു ബിഗിനറിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഒരു ജംഗ്ഷൻ എടുക്കുന്ന സമയത്ത് ഉണ്ടായിരിക്കണം. ഓക്കെ, വീണ്ടും വണ്ടിക്ക് ഞാൻ മൂവ്മെൻറ്റ്സ് നൽകുന്നു, ക്ലച്ച് പിടിക്കുന്നു, സെക്കൻഡ് ഇടുന്നു. ഈ സെക്കൻഡ് ഇടുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, എൻ്റെ ശ്രദ്ധ കൂടുതലും റോഡിലാണ്, അല്ലാതെ ഗിയർ ലിവറിലല്ല. നമ്മൾ ലിവറിലേക്ക് നോക്കരുത്, ഒരു കാരണവശാലും നോക്കാനായിട്ട് പാടില്ല. കാരണം നമ്മൾ ആ നോക്കുന്ന നിസ്സാര സമയം കൊണ്ട് ചിലപ്പോൾ നമ്മുടെ വണ്ടി ഏതെങ്കിലും ഒരു സൈഡിലേക്ക് പോകും. അപ്പോൾ സൈഡിലുള്ള ആൾക്കാരെ തട്ടാനോ അല്ലെങ്കിൽ സൈഡിലുള്ള വണ്ടികളെ തട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത് നിർബന്ധമായിട്ട് ശ്രദ്ധിക്കണം, കാരണം തുടക്കക്കാർക്ക് സംഭവിക്കാൻ സാധ്യതയുള്ളൊരു മിസ്റ്റേക്കാണ് പറഞ്ഞത്. ഇനി അത്യാവശ്യം റോഡ് സ്ട്രെയിറ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്, തേർഡ് ഗിയറും കൂടെ അങ്ങ് കൊടുക്കുന്ന സമയത്ത് നല്ല നിരപ്പായിട്ടുള്ള റോഡിൽ തേർഡ് ഗിയർ കൊടുക്കുക. അപ്പോൾ ഈ സമയത്ത് നിങ്ങൾ സ്റ്റിയറിംഗ് ബാലൻസ് ചെയ്യാനായിട്ട് ഇവിടെ കൈ പിടിക്കണം. ഇങ്ങനെ കൈ പിടിക്കുക, ക്ലച്ച് പിടിക്കുന്നു, തേർഡ് ഗിയറിലേക്ക് കറക്റ്റായിട്ട് ഇടുന്നു, കണ്ടോ? അപ്പോൾ നമുക്ക് കറക്റ്റ് പ്രോപ്പർ തേർഡ് ഗിയർ വന്നു. എന്നിട്ട് ഒരു കൈ കൊണ്ട് ഞാൻ സ്റ്റിയറിങ്ങിനെ ബാലൻസ് ചെയ്ത് വന്നു, വീണ്ടും രണ്ട് കൈകളും സ്റ്റിയറിങ്ങിലേക്ക് വന്നു. ഇനി നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് അടുത്ത ഒരു പോയിന്റ് എന്ന് പറയുന്നത്, പരമാവധി നിങ്ങൾ തുടക്ക ടൈമിൽ ലെഫ്റ്റ് സൈഡ് തന്നെ ചേർന്ന് വണ്ടി പോകാനായിട്ട് ശ്രമിക്കണം. എല്ലാ സാഹചര്യങ്ങളിലും ലെഫ്റ്റ് സൈഡ് ചേർന്ന് തന്നെയാണ് ഓടിക്കേണ്ടത്. എന്നാൽ നിങ്ങൾ അതിന് കൂടുതൽ പ്രാധാന്യം നൽകണം. കാരണം ഈ ഡ്രൈവിംഗ് പഠിച്ച് ലൈസൻസ് എടുത്ത തുടക്കക്കാരെ സംബന്ധിച്ചുള്ള ഒരു പ്രോബ്ലം എന്ന് പറയുന്നത്,
ഈ ലെഫ്റ്റ് സൈഡ് ചേർന്ന് ഓടിക്കുക എന്നുള്ളത് ഒരു പ്രാക്ടീസ് ആയിട്ട് വരാത്തതുകൊണ്ട് പലപ്പോഴും നടുക്കോട്ട് പോകും. അതുകൊണ്ട് ലെഫ്റ്റ് സൈഡിന് നിർബന്ധമായിട്ട് പ്രാധാന്യം കൊടുക്കാനായിട്ട് ശ്രമിക്കുക. കാരണം നമ്മൾ ഇത്തിരി ഇടത് ചേർന്ന് പോയി എന്ന് പറഞ്ഞ് പ്രശ്നമില്ല. പക്ഷേ നമ്മുടെ വണ്ടി റോഡിൻ്റെ നടുക്കാണ് പോകുന്നതെങ്കിൽ ഇതുപോലെ ബസ്സോ വലിയ വാഹനങ്ങൾ വരുമ്പോൾ നമ്മുടെ വണ്ടി ഇടിക്കാൻ സാധ്യതയുണ്ട്. അപ്പം ലെഫ്റ്റാണ് നിൽക്കുന്നതെങ്കിൽ നമുക്ക് വളരെ സുഖകരമായിട്ട് ഡ്രൈവ് ചെയ്യാം. പുറകിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ കയറിപ്പോകും. അപ്പോൾ നമുക്ക് ഒരു ഇത്തിരി ടൗണിൽ വന്നു കഴിഞ്ഞാലും നമുക്ക് ഒരുപാട് ടെൻഷൻ വരില്ല. അതുകൊണ്ട് ലെഫ്റ്റ് സൈഡ് തന്നെ ചേർന്ന് വാഹനം ഓടിക്കാനായിട്ട് ശ്രമിക്കണം. ഓക്കെ, ഇനി നിങ്ങൾ പരമാവധി എല്ലാ ഗിയറും തന്നെ ഇട്ട് തന്നെ ഓടിക്കുക. അപ്പോൾ ഓരോ ഗിയർ ഇടുമ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, അത്യാവശ്യം നിങ്ങൾക്ക് കോൺഫിഡൻസ് വരുന്ന ഏരിയയിൽ മാത്രം ഇടുക. ഇപ്പോൾ ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫോർത്ത് കൊടുക്കാം. ഇത്തിരി റോഡ് നിരപ്പായി ഞാനിത് എൻ്റെ നോട്ടം റോഡിലാണ് ഫോർത്ത് ഗിയറിലേക്ക് ഇടുന്നു. കണ്ടോ, കറക്റ്റ് ഫോർത്ത് ഗിയറിലേക്ക് ഇടുന്നു. വീണ്ടും എൻ്റെ കാല് ബ്രേക്കിലേക്ക് വരുന്നു. കണ്ടോ, ലെഫ്റ്റ് ചേർന്ന് പോകുന്നതുകൊണ്ട് പുറകിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ കയറി പോകുന്നുണ്ട്. ഓക്കെ, ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട അടുത്ത ഒരു പോയിന്റ്, വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഞാൻ പറയാം. അതായത് നിങ്ങൾ വാഹനം ഓടിച്ചു പോകുന്ന സമയത്ത് റോഡിൽ കാണുന്ന ലൈൻസ് ഉണ്ടല്ലോ, നമ്മളൊരു മെയിൻ റോഡിൽ ഓടിച്ചു പോവാണ്. അപ്പോൾ റോഡിൽ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഒക്കെ ആയിട്ട് ലൈൻസ്, സെൻട്രൽ ലൈൻസ് വരും. ഇപ്പം ഞാൻ ആ ഒരു ലൈനിലേക്ക് എൻ്റെ വാഹനം കയറുകയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള റോഡിൽ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കൂടുതൽ അത് ഉപകാരപ്പെടും. ആ ഉപകാരപ്പെടൽ എന്ന് പറയുന്നത് നിങ്ങൾ എന്താണ്, ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ലെഫ്റ്റ് ലൈനിനോട് ചേർന്ന് തന്നെ നിങ്ങളുടെ വാഹനം പോകാനായിട്ട് ശ്രമിക്കണം. പരമാവധി ലെഫ്റ്റ് ലൈനിനോട് ചേർന്ന് പോകണം. അപ്പോൾ അതിനുള്ളൊരു ട്രിക്ക് എന്ന് പറയുന്നത്, നിങ്ങൾ പഠിച്ച് ലൈസൻസ് എടുത്ത ഒരാളായതുകൊണ്ട് തന്നെ നിങ്ങളുടെ നോട്ടത്തിന് ആനുപാതികമായിട്ട് നിങ്ങൾക്ക് വാഹനം ഡ്രൈവ് ചെയ്യാനായിട്ട് കഴിയും. എന്ന് പറഞ്ഞാൽ അതൊരു സൈക്കോളജിയാണ്. ഇപ്പം ഞാൻ ഇങ്ങനെ വണ്ടി ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് എൻ്റെ നോട്ടം ഈ ലൈനിനോട് ചേർന്നാണ് ഞാൻ പോകാനായിട്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അവിടെ നോക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഞാൻ അങ്ങോട്ട് ചേർക്കാനായിട്ടുള്ള ഒരു ശ്രമം നടത്തും. മനസ്സിലായോ? അതുകൊണ്ട് എന്ത് ചെയ്യണം, പരമാവധി ഓടിക്കുന്ന സമയത്ത് ലെഫ്റ്റ് ലൈൻ നിങ്ങൾ പിടിക്കാനായിട്ട് ശ്രമിക്കണം. നമ്മുടെ നോട്ടം ചില ആൾക്കാർക്ക് സംഭവിക്കുന്ന ഒരു കാര്യമാണ്, ഇങ്ങനെ ഓടിച്ചു പോകുന്നതിനിടയിൽ നോട്ടം നടുക്കത്തെ ലൈനിലേക്ക് പോകും. നടുക്കത്തെ ലൈനിലേക്ക് പോകുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, നമ്മുടെ വണ്ടി നടുക്കോട്ട് ചേർക്കാനായിട്ടുള്ള ഒരു ടെൻഡൻസി നമുക്ക് വരും. ഇപ്പം ഞാനിപ്പോൾ നടുക്കോട്ട് നോക്കുകയാണെങ്കിൽ ഞാൻ ഇങ്ങോട്ട് നോക്കി ഓടിക്കും. അപ്പോൾ എൻ്റെ സ്റ്റിയറിംഗ് ഞാൻ ഓട്ടോമാറ്റിക്കായിട്ട് റൈറ്റ് പിടിക്കും. നിങ്ങൾ മനസ്സിലായോ? അപ്പോൾ എന്ത് ചെയ്യണം, നിങ്ങൾക്ക് ലെഫ്റ്റ് ചേർന്ന് പോകണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ലെഫ്റ്റ് തന്നെ പിടിക്കുക. ഓക്കെ, ഇനി അടുത്തൊരു സ്റ്റെപ്പ് എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഇങ്ങനെ ഓടിച്ചു പോകുന്ന സമയത്ത് ഇനി നിങ്ങൾക്ക് സംഭവിക്കാൻ സാധ്യത ഉണ്ടാകുന്ന അടുത്തൊരു പ്രോബ്ലം എന്ന് പറയുന്നത്, സൈഡിലുള്ള വണ്ടിയെ തട്ടുമോ, സൈഡിലുള്ള ആൾക്കാരെ നിങ്ങളുടെ വാഹനം ഇടിക്കുമോ എന്നുള്ളൊരു പേടിയാണ്. നിങ്ങൾക്ക് നന്നായിട്ട് ഓടിക്കാനായിട്ടുള്ള കോൺഫിഡൻസ് ഉണ്ട്, വണ്ടി ഓടിക്കാനും അറിയാം. പക്ഷേങ്കിൽ ഇടിക്കുമോ തട്ടുമോ എന്നുള്ളൊരു പേടിയുണ്ട്. അപ്പോൾ അതും നിങ്ങൾക്ക് സിമ്പിളായിട്ട് മാറ്റാനായിട്ട് കഴിയും. അതിന് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, സൈഡിൽ ഒരു വണ്ടി കിടന്നു കഴിഞ്ഞാൽ ആ വണ്ടിയുടെ അടുത്ത് വന്ന് നിങ്ങളുടെ വാഹനം മാറ്റരുത്. ഇപ്പോൾ ഇവിടെ ഒരു വണ്ടി കിടപ്പുണ്ട്. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു, ആ വണ്ടിയിൽ നിന്ന് ഒരു നിശ്ചിത സ്പേസ് ഇട്ട് ഇങ്ങോട്ട് പിടിക്കുകയാണ്. ഇങ്ങോട്ട് പിടിച്ചിട്ട് എന്ത് ചെയ്യുന്നു, പോകുന്നു. ആ വണ്ടിയുടെ അടുത്ത് വന്നിട്ടല്ല റൈറ്റ് സൈഡിലേക്ക് ഞാൻ മാറ്റുന്നത്. നിങ്ങൾക്ക് പിടികിട്ടിയോ എന്ന് പറഞ്ഞാൽ, ഇവിടെ ഒരു ആൾ നടന്നു പോയി കഴിഞ്ഞാൽ ആൾക്കാരുടെ അടുത്ത് വന്ന് നിങ്ങളുടെ വണ്ടി മാറ്റുക എന്നുള്ളതല്ല. കുറച്ച് നേരത്തെ തന്നെ നിങ്ങൾ റൈറ്റ് സൈഡിലേക്ക് മാറ്റി പോകാനായിട്ട് പ്രോപ്പറായിട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ വാഹനം ഒരു കാരണവശാലും സൈഡിലുള്ള വണ്ടികളെ തട്ടത്തില്ല. ഓക്കെ, ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട അടുത്തൊരു പോയിന്റ് കൂടെ ഞാൻ പറയാം. നിങ്ങളിൽ പല ആൾക്കാർക്കും തനിയെ വണ്ടി ഓടിച്ചു പോകുന്ന സമയത്ത് സംഭവിക്കുന്ന ഒരു മെയിൻ ആയിട്ടുള്ള ഒരു പ്രോബ്ലമാണ് പറയുന്നത്, ഗിയറുമായിട്ട് ബന്ധപ്പെട്ട്. അതായത് ഇപ്പം ഞാൻ ഫോർത്തിൽ നിന്ന് തേർഡ് കൊടുക്കുകയാണ്, വീണ്ടും ഞാൻ സെക്കൻഡ് ഗിയറിലേക്ക് ഇടുകയാണ്. അതായത് ഇപ്പം ഞാൻ സെക്കൻഡ് ഗിയറിലേക്ക് ഇങ്ങനെ പോകണം. അതായത് ഫസ്റ്റ് കൊടുക്കും, സെക്കൻഡ് കൊടുക്കും. ഒരു ബിഗിനറിൻ്റെ പ്രശ്നമാണ്. തേർഡ് ഗിയറും ഫോർത്ത് ഗിയറും കൊടുക്കത്തില്ല. കോൺഫിഡൻസ് ഉണ്ടാകും, വണ്ടി ഓടിക്കാനായിട്ട് അറിയായിരിക്കും, പക്ഷേങ്കിൽ കൊടുക്കത്തില്ല. എന്താണ് അതിൻ്റെ റീസൺ എന്ന് പറയുന്നത്, തേർഡും ഫോർത്തും കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി പോയി ഇടിക്കുമോ എന്നുള്ളൊരു പേടി, അല്ലെങ്കിൽ വണ്ടിക്ക് സ്പീഡ് കൂടുമോ എന്നുള്ളൊരു പേടിയാണ്. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ രണ്ട് ഗിയർ നിങ്ങൾ ഇടാനായിട്ട് ശ്രമിക്കണം. ഈ രണ്ട് ഗിയർ ഇടാനായിട്ട് ഒരുപാട് മൂവ്മെൻറ്റ്സ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഒരു തേർഡ് ഗിയർ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തിരി ഒരു സ്ട്രെയിറ്റ് റോഡോ അല്ലെങ്കിൽ വാഹനം ഒരു ഇത്തിരി നിരപ്പ് കണ്ടു കഴിഞ്ഞാലൊക്കെ നമുക്ക് തേർഡ് കൊടുക്കാം. നിങ്ങൾ നോക്കുക, ഒരു ജംഗ്ഷനാണ്. ഇവിടെ എനിക്ക് ജസ്റ്റ് ഇത് ക്ലച്ച് പിടിച്ച് കഴിഞ്ഞാൽ അതേ തേർഡ് ഗിയറിലേക്ക് ഇട്ട് പോയി കഴിഞ്ഞാൽ ഒരു തരത്തിലുള്ള പ്രശ്നമില്ല. ഞാനിവിടെ ആക്സിലറേഷൻ കൊടുക്കുന്നതിൻ്റെ അളവ് കൂട്ടിയാൽ മാത്രമേ എൻ്റെ വണ്ടി എൻ്റെ കൈ വിട്ട് അല്ലെങ്കിൽ ഒരു പരിധിക്കപ്പുറം സ്പീഡിലേക്ക് പോകത്തുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ജസ്റ്റ് ചുമ്മാ തേർഡ് ഗിയർ അങ്ങ് ഇട്ട് കൊടുക്കുക. മനസ്സിലായോ? ചുമ്മാ അങ്ങ് ഇട്ട് കൊടുത്തിട്ട് പതിയെ ബ്രേക്ക് കാല് വരിക. ഇറക്കം കൂടിയ റോഡാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് വളരെ സമാധാനമായിട്ട് ലെഫ്റ്റ് സൈഡ് ചേർന്ന് ഇങ്ങനെ പോകാനായിട്ട് കഴിയും. കണ്ടോ, നോട്ടം പ്രധാനമായിട്ടും ലെഫ്റ്റ് നിൽക്കുക, എന്നിട്ട് ഇതേ തേർഡ് ഗിയറിൽ പോവുക. എന്നിട്ട് എന്ത് ചെയ്യണം, വീണ്ടും ഫോർത്ത് കൊടുക്കണം. ഫോർത്ത് മാത്രം കൊടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, പരമാവധി ഒരു നിരപ്പായിട്ടുള്ള റോഡിലിടുക. ഒരു ബിഗിനറിന് അതാണ് ഏറ്റവും നല്ലത്. നിങ്ങൾക്ക് തേർഡ് ആണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഒരു നിരപ്പായിട്ടുള്ള റോഡിലോ ചെറിയ കയറ്റങ്ങളിലോ ചെറിയ വളവിലോ ഇട്ട് ഇറങ്ങുന്നതിൽ ഒരു തരത്തിലുള്ള പ്രശ്നമില്ല. അതായത് ചെറിയ കയറ്റം, ചെറിയ വളവ്, ചെറിയ ഇറക്കങ്ങൾ. ഇപ്പം നിങ്ങൾ നോക്കിയാൽ ചെറിയൊരു ഇറക്കത്താണ് എൻ്റെ വാഹനം വരുന്നത്. ഇവിടെ പ്രശ്നമില്ല. ഇനി ഇവിടെ ഒരു ഗട്ടറായിട്ടുള്ള ഏരിയ വന്നുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, സെക്കൻഡ് ഗിയറിലേക്ക് ഒന്ന് ഡൗൺ ചെയ്ത് കൊടുക്കുന്നു. എന്നിട്ട് എൻ്റെ കാല് മെല്ലെ ബ്രേക്കിലും ക്ലച്ചിലും ഉണ്ട്. അല്ലാത്ത പക്ഷം എന്ത് ചെയ്യണം, ഇവിടെ നിന്ന് അങ്ങ് മാറി ഗട്ടർ അങ്ങ് മാറിക്കഴിഞ്ഞാൽ
പിന്നെ നിർബന്ധമായിട്ട് തേർഡ് ഇടാം. ആ തേർഡ് ഗിയറിനൊരു സ്ട്രെയിറ്റ് റോഡൊന്നും ഇല്ല. നിങ്ങൾ അങ്ങനെ ചിന്തിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും തേർഡ് ഇടത്തില്ല. അത് ഡ്രൈവിങ്ങിൽ നിങ്ങൾക്ക് വലിയൊരു പരാജയം, വാഹനം ഓടിക്കുന്നതിൽ നിങ്ങൾക്ക് പരാജയം വരും. ഇപ്പം നിങ്ങൾ നോക്കി, അത്യാവശ്യം റോഡ് സ്ട്രെയിറ്റ് ആണ്, ഇറക്കമാണ്, തേർഡ് ഞാൻ കൊടുത്തു, ഒരു തരത്തിലുള്ള പ്രശ്നമില്ല. ഇനി ഇറക്കത്തോട് കൂടിയ റോഡും അത്യാവശ്യം നിരപ്പ് ആയിട്ടുള്ള റോഡാണ്, വീതിയുള്ള റോഡാണെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് നിങ്ങൾ ഫോർത്തിലേക്ക് ഇട്ടോ, ഒരു തരത്തിലുള്ള പ്രശ്നമില്ല. എന്നിട്ട് ജസ്റ്റ് ബ്രേക്ക് കാലിൽ നിന്നാൽ മതി, വാഹനം ഇത് വളരെ സ്മൂത്തായിട്ട് ഇങ്ങനെ പോയിക്കോളും. ഇങ്ങനെ നിങ്ങൾ ഫോർത്തും തേർഡും ഫോർത്തും ഇടുക, ഗിയർ ഡൗൺ ചെയ്തും കൂടെ നിങ്ങൾ ഓടിക്കണം. മനസ്സിലായോ? അത് നിർബന്ധമായിട്ട് നിങ്ങൾ ഡ്രൈവിങ്ങിൽ ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കുക. ഒപ്പം തന്നെ നിങ്ങൾ ഇനി വളവുകളിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടെ ഞാൻ പറയാം. കാരണം വാഹനം ഓടിച്ചു പോകുന്ന സമയത്ത് വളവുകൾ എടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം, നിങ്ങൾ ഒരു ഗിയർ ഡൗൺ ചെയ്ത് വളവുകൾ എടുക്കാനായിട്ട് ശ്രമിക്കുക. കാരണം ചിലപ്പോൾ ഒരു കയറ്റം കയറി ഒരു ബസ് വളവ് കയറി വരുന്നുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ വരുന്ന ഇപ്പോൾ ഫോർത്തിലാണെന്നുണ്ടെങ്കിൽ ഒരു ഗിയർ ഒന്ന് ഡൗൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ തേർഡ് ഗിയറിൻ്റെ പിടുത്തത്തിലേക്ക് നമ്മുടെ വാഹനം വരും. നമുക്ക് കുറേ കൂടെ സ്ലോ ചെയ്ത് ലെഫ്റ്റ് സൈഡ് ചേർന്ന് കയറി പോകാം. പ്രത്യേകിച്ച് ഒരു വളവിൽ ഒരു ബസ്സോ ലോറി കയറി വരുമ്പോൾ നമ്മുടെ സൈഡിലേക്ക് ആ വാഹനം കയറി വരും. കാരണം ആ വണ്ടിയുടെ നീളം അത്രയധികം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ എല്ലാ വളവുകളിലും ഒരു വലിയ വണ്ടി പ്രതീക്ഷിക്കുക. ഇപ്പോൾ ഇവിടെ ഞാനൊരു വളവിൽ വന്നു, അപ്പോൾ എന്ത് ചെയ്യുന്നു, ഫോർത്തിൽ നിന്ന് അഡ്വാൻസ് തേർഡ് കൊടുക്കുന്നു. ഒരു വലിയ വണ്ടി പ്രതീക്ഷിച്ചുകൊണ്ട് എൻ്റെ കാല് ക്ലച്ചിലും ഉണ്ട്, ബ്രേക്കിലും ഉണ്ട്. എന്നിട്ട് എന്ത് ചെയ്യുന്നു, പരമാവധി ഞാൻ ഇടത്ത് ചേർത്ത് പിടിക്കുന്നു. അപ്പോൾ ഒരു ബസ്സോ ലോറി കയറി വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇടത്താണ് നിൽക്കുന്നത്, നമ്മുടെ വണ്ടിയെ തട്ടാനായിട്ടുള്ള സാധ്യതയില്ല. അതുകൊണ്ട് വളവുകളിൽ നിർബന്ധമായിട്ട് ഒരു വണ്ടിയെ നിങ്ങൾ പ്രതീക്ഷിച്ച് മാത്രമേ ഡ്രൈവ് ചെയ്യാവുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു വണ്ടി കയറി വന്നു കഴിഞ്ഞാൽ പ്രശ്നം വരില്ല. നിങ്ങൾ വളവുകളിൽ വണ്ടി പ്രതീക്ഷിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയൊരു കാര്യമെന്ന് പറയുന്നത് ഇടത് ചേർന്ന് വണ്ടി ഓടിക്കാനായിട്ടുള്ള ഒരു ശ്രമം നിങ്ങൾ ഡ്രൈവിങ്ങിൽ ചെയ്യും. ഇപ്പോൾ വീണ്ടും അതിന് ഉദാഹരണം കാണിക്കുക. ഇപ്പോൾ തേർഡിലാണ് വരുന്നത്, ഇവിടെ ഒരു വളവുണ്ട്, ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു വണ്ടി പ്രതീക്ഷിച്ച് ലെഫ്റ്റ് ചേർന്ന് വരുന്നു. എന്നിട്ട് ഒരു ഹോണും കൂടെ അടിച്ചു കൊടുക്കുക, ഒരു തരത്തിലുള്ള പ്രശ്നമില്ല. വളവിന് മുന്നമേ തന്നെ ഹോൺ അടിച്ചു കൊടുക്കുക, ഒരു തരത്തിലുള്ള പ്രശ്നമില്ല. അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പ്രധാനമായിട്ട് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു വാഹനം ഏറ്റവും നന്നായിട്ട് ഓടിക്കാനായിട്ട് കഴിയും. അപ്പോൾ ശ്രദ്ധിക്കേണ്ട പോയിന്റ് എന്താണ്, നല്ല രീതിയിലുള്ള ശ്രദ്ധ, മുൻവശം നോക്കുന്നത് പോലെ തന്നെ പിൻവശം നോക്കുക. അതുപോലെ തന്നെ വാഹനം ഓടിക്കുന്ന സമയത്ത് ഒരു പരിധിക്കപ്പുറം സ്പീഡിലേക്ക് പോകാതിരിക്കാനായിട്ട് ശ്രമിക്കണം. പരമാവധി ലെഫ്റ്റ് കീപ്പ് ചെയ്ത് വണ്ടി ഓടിക്കുക. നമ്മുടെ നോട്ടം പ്രോപ്പറായിട്ട് ലെഫ്റ്റ് സൈഡ് ചേർന്നാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ നമ്മൾ ലെഫ്റ്റ് സൈഡ് ചേർന്ന് തന്നെ വണ്ടി ഓടിക്കും. നമ്മുടെ നോട്ടം അനുസരിച്ച് നമ്മൾ സ്റ്റിയറിംഗ് പിടിക്കത്തുള്ളൂ. അതുകൊണ്ട് നോട്ടത്തിന് വലിയ പ്രാധാന്യമുണ്ട്. ലെഫ്റ്റ് ചേർന്ന് ഓടിക്കണമെന്നുണ്ടെങ്കിൽ ലെഫ്റ്റ് സൈഡ് നോക്കി അതനുസരിച്ച് സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്ത് ഓടിക്കാനായിട്ട് ശ്രമിക്കുക. ലെഫ്റ്റ് സൈഡിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുക. അങ്ങനെ ഓടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുറകിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ നിങ്ങളെ ഇടിക്കാതെ നന്നായിട്ട് തന്നെ നിങ്ങൾക്ക് ഒരു വാഹനം വളരെ സിമ്പിളായിട്ട് തന്നെ ഡ്രൈവ് ചെയ്യാനായിട്ട് കഴിയുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് പതിവ് പോലെ പ്രയോജനം ചെയ്തെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതിയിടണം. അതുപോലെ തന്നെ ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തിട്ട് വീട്ടിൽ വണ്ടി ഉണ്ടായിട്ടും ഓടിച്ചു തുടങ്ങാനായിട്ട് ആഗ്രഹിക്കുന്നവരാണ്, സുഹൃത്തുക്കളായിട്ടുള്ളവരുണ്ടെങ്കിൽ അവർക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കാണ് ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് എൻ്റെ ചാനലിലൂടെ കാണാം. ഒപ്പം തന്നെ കാർ ഡ്രൈവിംഗ് പ്രാക്ടീസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. എന്നെ ഡ്രൈവിംഗ് സ്കൂളുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ക്ലാസ്സുകൾ തരുന്നതായിരിക്കും. വീണ്ടും നമുക്ക് മറ്റൊരു അറിവുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.